അത് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ് ആ സീറ്റിൽ മത്സരിച്ചത്. അപ്പോൾ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ആ സീറ്റിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. യൂത്ത് കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലല്ല അവിടെ മത്സരിച്ചത്, കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ചത്. യൂത്ത് കോൺഗ്രസും KSUവും അതിൻ്റെയൊക്കെ വ്യത്യസ്ത ഘടകങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് ഒരു സ്ഥാനാർത്ഥിത്വം വേറിട്ടൊരു ചർച്ച അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവും, ആ സീറ്റ് നിലനിർത്തും, ജയിക്കും. അല്ല, ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് പോലീസ് ലാത്തി കൊണ്ട് തലക്കടിക്കുന്ന ഒരു സമീപനം തുടങ്ങി വെച്ചത്. അപ്പോൾ ഞങ്ങളിൽ പലരും അതിന് വിധേയരാക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ പലർക്കും അതിൻ്റെ ഭാഗമായി വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു തവണയാണ് SFIക്കാർക്ക് അത്തരം ഒരു അടി ഏറ്റുവാങ്ങേണ്ടത് വന്നത്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ പോലീസിൻ്റെ ഒരു ലാത്തി ചാർജിൽ ഒരു കോളേജ് സംഘർഷത്തിനിടയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ലാത്തി ചാർജിൽ ഒരു അടി കൊണ്ട് SFIക്കാരൻ്റെ പ്രതികരണം ആ പോലീസുകാരനെ മാസങ്ങൾ കാത്തുനിന്ന് അയാളുടെ മറ്റൊരു സുഹൃത്തു കൂടി ഒരു ഷോപ്പിംഗ് മാളിൽ വരുമ്പോൾ അവിടെ പോയി ആക്രമിക്കുന്നതാണ്. സത്യത്തിൽ അവിടെ തകർന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമല്ലേ? ഈ സംസ്ഥാനത്തിനകത്ത് SFIക്ക് പോലും പോലീസിങ്ങിനോട് ഒരു ബഹുമാനമില്ല, അല്ലെങ്കിൽ പോലീസിങ്ങിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള മതിപ്പുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പിണറായിയുടെ മർദ്ദന യന്ത്രമാണ് കേരളത്തിലെ പോലീസ് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാടുകളെ SFIക്കാർ പോയി ശരിവെക്കുകയാണ് അവർ സത്യത്തിൽ ചെയ്തത്. അതേസമയം തന്നെ ആ പോലീസുകാരനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുത്തു. ഈ SFIക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തില്ല. അപ്പോൾ ഈ ലാത്തി കൊണ്ടടിക്കാൻ നടക്കുന്ന പോലീസുകാരാണ് അതിലൊരു പാഠം പഠിക്കേണ്ടത്. അവർ പോലീസിങ്ങിൻ്റെ ഭാഗമായി നിയമത്തിൽ അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ബലപ്രയോഗം നടത്തുന്നതിനോ നിയമപരമായി അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള പോലീസിങ് നടത്തുന്നതിനോ ആരും എതിരല്ല. അതിനപ്പുറത്തേക്ക് അവർ ഒരു ഇഞ്ച് കടന്നാൽ എങ്ങനെയാണ് CPM പോലൊരു രാഷ്ട്രീയ പാർട്ടി പ്രതികരിക്കുക എന്നും അതിന് ഇരയാക്കപ്പെടുന്ന ആളുകളിൽ CPMൻ്റെയോ SFIയുടെയോ ആളുകളാണ് ഉണ്ടാവുന്നതെങ്കിൽ അവരെ പോലീസ് സംവിധാനം പോലും സംരക്ഷിക്കില്ല എന്നുള്ളൊരു മെസ്സേജാണ് അവിടെ ഉണ്ടായത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുക്കുകയും അവരുടെ പേരിൽ ആദ്യഘട്ടത്തിൽ കേസെടുക്കാതിരുകയും ചെയ്തു. പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണം ഉണ്ടായപ്പോൾ മാത്രമാണ് ആ SFIയുടെ പ്രവർത്തകന്മാരുടെ പേരിൽ കേസെടുക്കുന്ന ഒരു സമീപനം ഉണ്ടായത്. രണ്ട്, ഒരു പോലീസിംഗ് നടപടിക്കിടയിലാണ് ആ സംഘർഷം ഉണ്ടാകുന്നത്, പോലീസുകാരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അയാൾ പോലീസിൽ ഇപ്പോഴും സർവീസിലുള്ള ഒരാളാണ്. അയാൾക്ക് പോലും പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ഈ SFI ഗുണ്ടകളുടെ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഈ SFI പ്രവർത്തകർ എത്രമാത്രം വലിയ ഗുണ്ടായസമാണ് മറ്റുള്ള ആളുകളോട് കാണിക്കുന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ കേരളത്തിനകത്ത് രണ്ട് ഗുണ്ടാരാജ് നിലനിൽക്കുകയാണ്. ഒന്ന് SFIയുടെയും DYFIയുടെയും ഒരു ഗുണ്ടാരാജ് നിലനിൽക്കുകയാണ്, രണ്ട് പോലീസിൻ്റെ ഒരു ഗുണ്ടാരാജ് നിലനിൽക്കുകയാണ്. ഈ രണ്ട് ഗുണ്ടാരാജിൻ്റെയും തലവനായി ഒരു മാഫിയ തലവൻ പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുകയാണ്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. പോലീസുകാരൻ ക്രിമിനലാണെന്ന് ഞാനല്ല സമ്മതിക്കേണ്ടത്. ക്രിമിനലാണോ ക്രിമിനൽ അല്ലേ എന്ന് പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ്, ഞങ്ങളാണ് പറയേണ്ടത്. അല്ല, അത് വിദ്യാർത്ഥികളല്ല, SFI പ്രവർത്തകരാണ്. അവർ വിദ്യാർത്ഥികൾ എന്ന ഒരു പൊതുവായ ടാഗ്ലൈൻ കൊടുത്ത് ന്യായീകരിക്കേണ്ട സാധ്യത എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. പോലീസുകാരൻ ക്രിമിനലാണെങ്കിൽ ആ പോലീസുകാരൻ എങ്ങനെ സർവീസിൽ തുടരുന്നു, അത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമല്ലേ? ക്രിമിനലാണെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുത്ത് എന്നേ പുറത്താക്കണമായിരുന്നു, അയാൾക്കെതിരെ നടപടി എടുക്കണമായിരുന്നു. രണ്ട്, പോലീസിങ്ങിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒരു കാര്യത്തിൽ അയാളുടെ ഭാഗത്ത് നിന്ന് വഴിവിട്ടൊരു സമീപനം ഉണ്ടായി എന്ന് നേരത്തെ ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ അന്നേ നടപടി എടുക്കണമായിരുന്നു. ഇനി അതും ഉണ്ടായില്ല. മൂന്നാമത്തെ കാര്യം, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അത്തരത്തിലുള്ള സമീപനത്തിന് പാർട്ടി ഭരിക്കുമ്പോൾ തന്നെ ആ പാർട്ടിയുടെ തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനയിൽ നിന്ന് ഇതുപോലെയാണ് തിരിച്ച് പോലീസിനോടുള്ള പ്രതികരണമെങ്കിൽ ഇവിടെ എവിടെയാണ് പിന്നെ നിയമവാഴ്ചയുള്ളത്? അത് വ്യക്തി എന്ന ലേബലല്ല. ആ വ്യക്തിയുടെ ചുറ്റും കൂടെ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അതേ സംഘടനയുടെ ഭാഗമാകുമ്പോൾ അത് സംഘടനയ്ക്ക് ഉത്തരവാദിത്തമുള്ള കാര്യം തന്നെയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയും KSUക്കാരുടെയും പ്രവർത്തകർക്ക് നേരെ ഇതിനോടൊക്കെ ഈ 9.5 വർഷക്കാലത്തിനിടയിൽ എത്ര ലാത്തി ചാർജ് ഉണ്ടായി? ലോക്കപ്പിൽ വെച്ച് സുജിത്തിനെ മർദ്ദിക്കുന്നത് ലോക്കപ്പിൽ വെച്ചല്ലേ? സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടുണ്ട്. നേരെ പോലീസ് സ്റ്റേഷനിലെ പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. അതേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഞങ്ങളുടെയൊക്കെ കൺമുമ്പിലൂടെ അവരുടെ ഭാര്യയും കുട്ടികളും മക്കളെയൊക്കെ ഇട്ട് പലപ്പോഴും നടന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഞങ്ങൾ ഈ നിലനിൽക്കുന്ന നിയമ സംവിധാനത്തെ മാനിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് നടത്തിയത്. അതല്ലാത്ത പക്ഷം ആ പോലീസുകാർ അന്ന് ഞങ്ങളെ മർദ്ദിച്ചിട്ടുണ്ട്, ആ പോലീസുകാരൻ ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നു, അവൻ്റെ കുടുംബമായിട്ട് പോകുന്നു, അപ്പോൾ അവനെ കയറി മർദ്ദിച്ചേക്കാം എന്ന് കയറി ഞങ്ങളാരും പോയിട്ടുണ്ടോ? ഇത് നിയമവാഴ്ചയുടെ പരാജയമാണ്.
അവിടെ പോലീസുകാരൻ ക്രിമിനലാണോ, ഈ SFIക്കാരൻ ക്രിമിനലാണോ എന്നുള്ളതല്ല. ഇവിടെ ക്രിമിനലുകൾക്ക് അരങ്ങു വാഴാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നിയമവാഴ്ച നിലനിൽക്കുന്നു. ഏത് ക്രിമിനലിനും ഇത്തരത്തിൽ പെരുമാറാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആർക്കും എന്തും ചെയ്യാം, ആർക്കും ഏത് തരത്തിൽ അക്രമവും നടത്താം, പോലീസിനെയും ആക്രമിക്കാം, ആളുകളെയും കൊലപ്പെടുത്താം, ആരെ വേണമെങ്കിലും എന്ത് ചെയ്താലും പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവർക്ക് സംരക്ഷണം കിട്ടും എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് കൊടുക്കുന്ന പരോളിലായാലും ഇപ്പോൾ ശരത്ലാൽ കൃപേഷ് വധക്കേസിലെ പ്രതികൾക്ക് അനിയന്ത്രിതമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന പരോളിലായാലും ഈ കേസിലൊക്കെ വ്യക്തമാക്കപ്പെട്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.